ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരുമായിട്ട് വന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങൾ രണ്ടുപേരുമായി വരുന്നുണ്ടല്ലോ. ഇനി അങ്ങോട്ട് കുറച്ച് കാലത്തേക്ക് അങ്ങനെ രണ്ടുപേരുമായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നത്. എന്താ സെബി ഒന്നും ഉണ്ടാത്തത്? ഒന്നുമില്ല, ജസ്റ്റ് എല്ലാ കാര്യങ്ങളും റുമാന തന്നെയാണ് പറഞ്ഞോട്ടെ എന്ന് കരുതി. അവളെ ചാനലാണ്, ജസ്റ്റ് നമ്മളൊരു ഇൻട്രോ വന്നതാണെന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് യു ആൻഡ് മീ ചാലഞ്ചായി വന്നത്. അതായത് ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങൾ എന്നും പറയും, നിങ്ങൾ കുക്കിംഗ് ചാനലിൽ മാത്രം ഒതുങ്ങരുത്, നിങ്ങൾ കപ്പിൾ വ്ളോഗും കപ്പിൾ ചാലഞ്ചും ഒക്കെ ചെയ്യണമെന്ന്. അപ്പോൾ സെബിക്കൊരു മടി, അങ്ങനെയൊന്നും പൊടി തെറ്റി കൊണ്ടുവന്നതാണ്. എങ്ങനെ ആവുമെന്ന് അറിയില്ല. സെബി പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാണ്, പിന്നിൽ ഫുൾ സപ്പോർട്ടാണെങ്കിലും മുന്നിൽ കുറച്ച് ബാക്കോട്ടാണ്. ഡയറക്ഷൻ, വീഡിയോ, അതെ, എഡിറ്റിംഗ് ഇതൊക്കെ കുക്ക് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ സെബിയായിരുന്നു ചെയ്യുന്നുണ്ടായത്. നമ്മൾ രണ്ടാളെ പേരും ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഈ ചാലഞ്ച് എന്താണ്, എന്നാലും ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള അത് നമ്മളെ പറ്റിയിട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കും. അത് ഞാനും സെബിയും കൂടി ചോദ്യം ഇങ്ങനെ മാക്സിമം ഞാനാണ് അതിൽ ഉൾപ്പെടുത്തിയത്. പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറയൂന്നൊരു പ്രീ പ്ലാനും ഇല്ല. അപ്പം സെബിനെ അറിയുന്നവർക്ക് അറിയാം സെബി എന്തൊക്കെ ആൻസർ പറയുന്നു. സെബി ആൾക്കാർ എങ്ങനെ വിട്ടുതരാത്ത ഒരാളാണ്. നമുക്ക് നോക്കാം ആരൊക്കെ ഞാനും വെള്ളം കുടിക്കോ. സെബിനെ കൗണ്ടറടിക്കാൻ എനിക്ക് പറ്റൂല. കുറേ വലിച്ചു നീട്ടി ബോറടിപ്പിക്കണ്ട. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സെബി, നമ്മൾ ഇതിൽ ആരാണ്, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ ആരാണ് വെൽ എഡ്യൂക്കേറ്റഡ്? അപ്പോൾ റുമാനയാണ് വെൽ എഡ്യൂക്കേറ്റഡ്. ആൾക്ക് പിന്നെ M.Com മാസ്റ്റർ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഡിഗ്രി മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സിൽ കുക്കിംഗ് ഒന്നാം കൂടെ പാസ്സായവളാണ് ഞാൻ. എന്റെ മഷ്റൂം സൂപ്പ് കഴിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല. കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിശോട് സംസാരിക്കില്ലായിരുന്നു. കുക്കിംഗിൽ ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു, ചെടിക്ക് കുഴിതുകൊണ്ടെന്ന് നിങ്ങൾ അവിടെ കിടക്കുന്നു. സർട്ടിഫിക്കേഷൻ ആവശ്യമില്ലാത്ത കുറെ ഉണ്ട്, ആവശ്യമുള്ളതും കുറെ ഉണ്ട്. എനിക്ക് ഡിഗ്രി ലെവലിൽ വരെയുള്ള ഒരു എഡ്യൂക്കേഷൻ വരെ ഉള്ളൂ. ഒരു ഡിഗ്രിയും ഒരു 2-3 ഡിപ്ലോമാസ് ആണ് ഉള്ളത്. എനിക്ക് 2 ഡിഗ്രിയും പിന്നെ ഒരു 2-3 ഡിപ്ലോമാസ് എനിക്കുണ്ട്. അപ്പോൾ എന്താണ് എഡ്യൂക്കേഷനലി അത് വെൽ എഡ്യൂക്കേറ്റഡ് ഞാനാണെങ്കിലും അക്കാഡമിക്കലി ശരിയാണ്. സത്യം പറയണല്ലോ നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് ഞങ്ങളിതില് ഫുഡി? അത് സെബിയിലാണ്. അത് സെബിയിലാണെന്ന് ഞാൻ പറയണില്ല, ഒരു പാരമ്പര്യമായിട്ടാണ്. നല്ല ഭക്ഷണം കഴിക്കും, പിന്നെ കാണുമ്പോഴുള്ള തടിയൊന്നും ഇല്ലെങ്കിലും നല്ല അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കും. ഭക്ഷണം ചെളിവലി ഭക്ഷണമല്ല, വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ചെറിയ ചെറിയ ഭക്ഷണം, നല്ല നല്ല ഭക്ഷണം കഴിക്കുള്ളൂ, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ കുക്കിംഗ് ആണ് റുമാന, പക്ഷെ അത് കഴിക്കലൊക്കെ ഞാനും എൻ്റെ അനിയനൊക്കെ കൂടിയാണ്. അനിയൻ മാത്രല്ല, വീട്ടില് ഉമ്മ ഞാൻ പാവങ്ങൾ ഇവരെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയാലും ഇവര് ഞങ്ങൾ കഴിച്ചോന്ന് നോക്കാതെ 4-5 പേര് വെട്ടി വീഴുന്ന ആൾക്കാരാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നവരൊക്കെ കൊണ്ടുവരണുള്ളൂ. അവർക്ക് എന്തും മേഖലയ്ക്ക് പോവാ. പക്ഷേ ഏതോ ഒരു ഉസ്താദ് പറഞ്ഞ പോലെ ഡോക്ടറിന് നമ്മൾ വിരോധമില്ല, സിയക്ക് നമ്മൾ വിരോധമില്ല, പക്ഷേ ഇന്ന് തേങ്ങരച്ച് മത്തിക്കറി വെക്കാറിയാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയണം, അത് നിർബന്ധമാണ്. പെണ്ണുങ്ങളായാലും അടുക്കള കയറിയിട്ട് 2 ചമ്മന്തിയെങ്കിലും അരക്കാൻ അറിയാത്ത പെണ്ണുങ്ങളാവണ്ട. അതെ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ആരാണ് നമ്മളില് വായി നോക്കി? അത് സെബിയിൽ വായി നോക്കി തന്നെ. കാരണം സെബിക്ക് എന്നെ കല്യാണം കഴിച്ചത് ഇപ്പൊ മലയാളി അല്ലല്ലോ, അത് വായി നോക്കി തന്നെയാണ്. ഇപ്പോൾ സ്റ്റിൽ സെബി ലവ് ആയിട്ടല്ല വായി നോക്കല്, സ്റ്റിൽ സെബി വായി നോക്കും. അതെന്താ പറഞ്ഞാല് സെബിന്റെ ഓഫീസില് 90% അറബ്സ് ആണ് ഉള്ളത്, ഫുള്ള് പെണ്ണുങ്ങളും. അത് എന്തിന്റെ കുഴപ്പമില്ല, അത് UAE പിന്നെ ഗവൺമെന്റ് ഇതാണ്. അവര് ഏറ്റവും കൂടുതൽ ഇപ്പോ പിന്നെ വുമൺ എംപവർമെന്റിനാണ്, കൂടുതലും പെണ്ണുങ്ങളാണ് ഓഫീസിലുള്ളത്. അതാണ്. പക്ഷെ എന്ന് എഴുതിയ വായനോട്ടൊന്നല്ല, കാരണം അവരേക്കാർ എപ്പോഴും വിളിക്കുന്നതും, കാരണം എന്റെ മേലും താഴെയൊക്കെ ഉള്ളത് പെണ്ണുങ്ങൾ മാത്രമാണ്. ഇപ്പൊ വർക്ക് അറ്റ് ഹോം ആയ ശേഷം ഏത് നേരം അവർ വിളിക്കലും, ഏത് പാതിരാത്രിക്കും അവർക്ക് സെബിനെ വിളിച്ചിട്ട് അവരൊക്കെ വർക്ക് ചെയ്യിപ്പിക്കണം. എന്താണ് സെബി അവർ കൊടുക്കുന്ന ഫ്രീഡം കൊണ്ടാണ്. കുശുമ്പൊന്നുമില്ല, കാര്യം പറഞ്ഞതാ. പക്ഷെ അവരതുപോലെയാണ്. അവർ ഡ്രൈവറിനെ വിട്ടിട്ട് സെബിക്ക് ഗിഫ്റ്റ് അയക്കലും, അവരെ ഡ്രൈവറിനെ വിട്ടിട്ട് എനിക്ക് അയക്കണല്ല, മോനിക്ക് അയക്കണതാണ് ഫുഡ് അയക്കുന്നതും. അല്ലല്ല, സെബി സ്കൂളില് പ്രോമിസ് ചെയ്തതാണ്
ഓൾ ഇന്ത്യൻസ് ഇസ് മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ. അത് പാലിക്കണം. എന്റെ കാര്യത്തിൽ സ്റ്റേറ്റ് മാറ്റിയിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് സെബിന്റെ വായ്നോക്കത്തിലുള്ളത് പാകിസ്ഥാനികൾ, പിന്നെ സുന്ദരികളെ നോക്കുള്ളൂ, പിന്നെന്താ പറഞ്ഞാല് അറബ്സ്. ഇതാണ് സെബിന്റെ മെയിൻ. പക്ഷെ എനിക്ക് സംശയമില്ലാത്ത കൊണ്ട് കുഴപ്പമില്ലാതെ പോണം. പിന്നെ നമ്മളെ കൂട്ടത്തിൽ ആരാണ് പൊക്കി പറയുന്നത്? അത് സെബിയാണ് പൊക്കി പറയുന്നത്. ഞാൻ പൊക്കി പറഞ്ഞിട്ട് കാര്യമില്ല, എത്തൂല. അതുകൊണ്ട് സെബിയാണ് സത്യം സത്യം പറയുന്നതാണ്. അപ്പോ മാക്സിമം നമ്മള് പൊക്കി അടിക്കാതെ പറ്റില്ലല്ലോ, ജീവിച്ചു പോണ്ടേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, നമ്മള് തമ്മില് അല്ല, നമ്മളില് ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? ഞാൻ തന്നെ. ആണുങ്ങള് മുന്നിട്ട് ഇറങ്ങണം. പെൺകുട്ടികൾ പറഞ്ഞിട്ടാവില്ല, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലും അവര് പറയില്ല. പറയട്ടെ പറയട്ടെ കാത്തിരിക്കും. സെബിയില് പ്രപ്പോസ് ചെയ്യുമ്പോ സെബിന്റെ കോല ഇതായിരുന്നില്ല. ഞാൻ എന്തെങ്കിലും ഞങ്ങളെ മാരേജ് ഫോട്ടോ ഇടുന്നതായിരിക്കും. ഞാനും ഇങ്ങനെ ആയിരുന്നില്ല, ഓക്കെ. പക്ഷേ സെബി ഇങ്ങനെ തന്നെ ആയിരുന്നില്ല. ആരാന്ന് ഞങ്ങളെ തമ്മിൽ അടി ഉണ്ടാക്കണത്? ഞാൻ തന്നെ ആകും. എന്ത് പറഞ്ഞാലും അടിയാണ്. അടി എന്ന് പറഞ്ഞാല് വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ വഴക്കുണ്ടാക്കും. പക്ഷേ വഴക്കുണ്ടാക്കിയാൽ സെബി വെറുതെ റൈസായി പോകും. പക്ഷെ സെബി മുണ്ടൊന്നില്ല. സെബി മിണ്ടുന്നത് കാത്തിരുന്നാല് ഞങ്ങൾ കൊല്ലങ്ങള് ദേഷ്യത്തിലായിരിക്കും. സോ ഞാൻ അടി ഉണ്ടാക്കുന്ന മൈൻഡ് ചെയ്യാതെ. വേറൊരു പ്രശ്നമേ, ഇവിടെ അപ്പത്തെ ചൂടാവലാണ്. ചൂടായി കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം കുറച്ച് കഴിഞ്ഞാല് അതൊക്കെ മറന്നു പോകുന്നത്. അപ്പൊ അതുവരെ ഞാൻ മിണ്ടാതിരിക്കും. അപ്പൊ ആള് കോളായിട്ട് വേറെ എന്തെങ്കിലും വിഷയമായിട്ട് വരും. ഓക്കെ, അപ്പൊ റെഡിയായി. അങ്ങനെയാണ്. എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് ഒരുപക്ഷെ സ്വന്തം നാടിനെ പറ്റി പറഞ്ഞിട്ടേക്ക് അടി കാര്യത്തില് സെബി പറയും സെബിന്റെ നാടാണ് എന്നെ പാട്ടിലാക്കിയതിന്റെ കാരണം അതാണ്. മലപ്പുറം എന്ന് പറയുന്ന നാട് സ്വർഗത്തിന് തുല്യാണെന്ന് എന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, സെബി ഇങ്ങനെ ഞങ്ങളുടെ നാട്ടുകാരൻ പറയും. അടിയോടടിയാവും. പക്ഷെ നമ്മള് പേഴ്സണൽ കാര്യത്തില് എന്താ പറയാ, നമുക്ക് അടിയും പ്രശ്നം ഒന്നുമില്ല. പക്ഷെ നാട്ടിനടുപ്പും നാടിന്റെ ഡിഫറൻസ് പറഞ്ഞിട്ട് എന്താ പറയാ, സെബി എന്നും അടി ഉണ്ടാക്കും. പിന്നെ അവസാനം ഞാൻ കോംപ്രമൈസ് ചെയ്യും. ഇല്ലേ, അവൾ നോക്കി പോയപ്പോ സംശയം. നമ്മള് പാർക്കിൽ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാർ എല്ലാരും ഇരുന്നിട്ട് അപ്പുറത്ത് സിനിമ കാണുന്ന നമ്മൾ ആർക്കാണ് കൂടുതൽ ഗ്ലാമർ? അത് എനിക്കല്ലേ? അല്ലല്ല, ഗ്ലാമർ എന്ന് വെച്ചാൽ ഇവള് കൊറേ കളർ ഉണ്ട് എന്ന് പറയും. അപ്പൊ അവളെ എക്സ്പെക്ട് ചെയ്യുന്ന അവള് നോക്കുമ്പോ അവള് വെളുത്തിട്ടാണ്, നല്ല കളർ ഉണ്ട്. എന്റെ എക്സ്പെക്ട് നോക്കുമ്പോ എനിക്കാണ് കൂടുതൽ കളർ. പക്ഷെ കൂടിയ കളർ കറുപ്പാണെന്നുള്ളൂ. അങ്ങനെ പറയാം, സെബിക്കാണ് ഗ്ലാമർ കൂടുതൽ. കാരണം കളറില് സെബി ഡാർക്കാണ്. അതായത് ഡാർക്കിനാണ് പ്രിഫറൻസ്. ഞങ്ങൾ വെള്ളപ്പാണ്ടാണ്, സെബി കറുത്തിട്ട് ചേർത്തിന് 7 പക്ഷേ ഇവരെ വീട്ടിൽ കൂടുതൽ ആൾക്കാർക്ക് കുറച്ച് കറുപ്പ് കളർ ആണെങ്കിൽ ഇവർ കൊണ്ടുവന്നതൊക്കെ അതായത് എൻ്റെ മദറിൻ്റെ മുമ്പിൽ എനിക്ക് കളർ ഇല്ല. എൻ്റെ മദറിൻ്റെ അത്ര കളറുള്ള ആളാണ്. അപ്പൊ ഇവര് കറുപ്പ് കേലായാലൊക്കെ പറഞ്ഞാലോ കറുത്ത പെണ്ണുങ്ങളെ കൊണ്ടുവരില്ല. ഇവർ ഏറ്റവും വെളുത്ത പെണ്ണുങ്ങളെ അല്ലെ, നമ്മളെക്കാട്ടിയും കുറച്ച് കുറവുള്ളവരെ കൊണ്ടുവരണ്ടേ. അപ്പൊ എനിക്ക് കളർ കൂടുതലാണ്. അപ്പൊ നമ്മളെക്കാട്ടി കളർ കുറവുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയും കറുപ്പ് കൂടുതലായത് എനിക്ക് കളർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കളർ കൂടുതൽ കറുപ്പാണെന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ആർക്കാണ് കൂടുതൽ എമോഷണൽ ആവല്ലേ? അത് ഞാൻ പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആവും. സിനിമ കണ്ടാൽ ഞാൻ മൊത്തം ഇരുന്ന് കരയും. എന്നിട്ട് ആ സിനിമന്റെ കഥാപാത്രം എന്റെ മനസ്സ് കൊണ്ടുവന്നിട്ട് കുറ്റം പറയും ചെയ്യും. കൂടുതൽ ഈ എന്താ പറയാ, ഈ സീരിയലൊക്കെ കാണുമ്പോൾ ഇപ്പൊ സീരിയൽ ഇല്ലാത്തത് കാണില്ല. അല്ല, ഇപ്പൊ യൂട്യൂബൊക്കെ സമയമില്ല. ഞങ്ങളിൽ ആരാണ് കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നത്? സെബിയാണ്. ഞാനല്ല, അതിന് ഞാൻ പറഞ്ഞുതരാം. ഇത് സെബിയാണ് സോറി ഇങ്ങനെയാണ്. അപ്പൊ സെബിയാണ് വെറുതെ പറയണേ. ഫോണ് ഞാൻ കല്യാണം കഴിച്ച ഉടനെ ആ ടൈമിലൊക്കെ ഇവളെ ഫോൺ നോക്കിയാൽ, വെറുതെ യൂട്യൂബൊക്കെ കണ്ട് നോക്കിയാൽ അവൾക്ക് റെക്കമെൻഡഡ് ആയിട്ട് വരുന്നത് പിന്നെ കന്നഡയിലെ 3 സീരിയല്, മലയാളത്തിലെ 4 സീരിയല്, ഇങ്ങനെ ഇത് മാത്രം. എപ്പോൾ നോക്കുമ്പോഴും 7 സീരിയലൊക്കെ ഒരു ദിവസം ഇരുന്ന് കാണും.
സീരിയൽ 8 സീരിയൽ. അല്ല അന്ന് എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നാല് നമ്മൾ രണ്ടുപേരല്ലേ, നമുക്ക് പണികളൊന്നുമില്ല. പിന്നെ ഫോൺ എടുക്കാന്ന് പറഞ്ഞാല് എനിക്ക് പണി കൊറേയൊക്കെ ഫോണിലും പിന്നെ കമ്പ്യൂട്ടർ. പക്ഷെ ഞാൻ ഏത് നേരം ഇരുന്നിട്ട് വാട്സാപ്പും ടിക്ടോക്കും ഒന്നും നോക്കൂല. പക്ഷെ ഇവള് അകത്ത് തന്നെയാണ് കിടക്കുമ്പോഴും ഫോൺ ഉണ്ടാവും. എനിക്ക് ഇപ്പൊ കിടക്കുമ്പോഴേ ഫോൺ നോക്കാനുള്ള സമയമില്ല. എനിക്ക് 2 കുട്ടികളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളില് ആര് കൂടുതൽ സോഷ്യലൈസ് ആവണത്? അത് ഞങ്ങൾ 2 പേരും ആവും. ഇങ്ങനെ വെക്കാതെ ഞങ്ങൾ 2 പേരുമാണ്. അതായത് ഞങ്ങള് 2 പേരും പെട്ടെന്ന് ആൾക്കാരെ അറ്റാച്ച് ചെയ്യും പെട്ടെന്ന്, അല്ലേ? ഞങ്ങൾ 2 പേരും ഒഴിഞ്ഞു മാറാത്ത ആൾക്കാരാണ്. എല്ലാത്തിലും ഇടപെടും, തല്ലും കൊള്ളും, ചീത്തയും ആവശ്യമില്ലാത്ത ഇടപെട്ടിട്ടൊക്കെ ചീത്ത കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ 2 പേരും സോഷ്യലൈസ്ഡ് ആണ്. പിന്നെ നമ്മളെ തമ്മിൽ നമുക്ക് 2 പേർക്ക് ഫ്രണ്ട്സ് ആർക്കാ കൂടുതൽ? സെബിക്കാണ് കൂടുതൽ എന്നല്ല, ഫ്രണ്ട്സ് ഉള്ളത് സെബിക്കാണ്. എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. എനിക്ക് എന്താ പറയാ, ഞാന് സ്കൂൾ ലെവലിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആകെ ഉള്ളത് 3-4 ഫ്രണ്ട്സാണ്. എന്റെ ഫ്രണ്ട് കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കുന്ന മുന്നേ കല്യാണം കഴിച്ച ശേഷം എന്റെ ഫ്രണ്ട് സെബിയാണ്. എന്ത് കാര്യത്തിലും ഡിസ്കസ് ചെയ്യാൻ എനിക്ക് സെബിക്കും എനിക്കും പേഴ്സണലായിട്ട് എന്തെങ്കിലും, സെബിക്ക് എൻ്റെ അടുത്ത് പറയാൻ പേഴ്സണലായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്കുണ്ടോ? ഞാൻ എല്ലാം മറിച്ചു വെക്കാൻ പറഞ്ഞ എനിക്ക് വേറെ അറിവില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ട് കാണാറില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ ഹാപ്പി ലൈഫ് വരാനുള്ള കാരണം ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട്. ഇന്ന് പലരും പിരിയാനുള്ള കാരണം ഹസ്ബൻഡ് വൈഫായി കാണുന്ന കൊണ്ടാണ്. എന്നും ഫ്രണ്ട്സ് ആയിരിക്കുക, അപ്പൊ തല്ലി പിരിയാതിരിക്കുക. ഇപ്പൊ നമ്മൾ ആരാണ് നേരത്തെ എണിക്കുന്നത്? അത് ഞാനല്ലേ? ഞാൻ എണീക്കും, എന്നിട്ട് ഇവിടെ ഉണർത്തും, ഞാൻ കിടക്കും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സെബി ആയിരിക്കില്ല. അപ്പൊ ഞാനാണ്. ഞാൻ രാവിലെ എണീക്കും, പരിപാടി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവളെയും എണീപ്പിക്കും. അവളെ പരിപാടി നോക്കുമ്പോൾ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. നമ്മളിൽ കൂടുതൽ ആദ്യം എണീക്കുന്നത് സെബിയാണ്. എന്നെ ഉണർത്തിട്ട് ഞാൻ കിടക്കും. അങ്ങനെയാണ്. പിന്നെ നമ്മളിൽ കൂടുതൽ ഉറങ്ങണത് അത് ഞാൻ. അത് സെബി മാത്രല്ല, ഇവർക്ക് പാരമ്പര്യമായിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ കേൾക്കാൻ ഉറങ്ങുക, ഇതാണ് പരിപാടി. വെള്ളിയാഴ്ച ആണെങ്കിൽ സെബി രാവിലെ നിസ്കരിച്ച് കിടന്നുറങ്ങിയ ഉച്ചക്ക് എനിക്കും പള്ളിയിൽ പോയി വന്ന് ഭക്ഷണം. ഇപ്പൊ പള്ളി ഇല്ലാത്തതുകൊണ്ട് ആ പള്ളി ഉച്ചക്ക് നിസ്കാരം കഴിഞ്ഞ് വീണ്ടും ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും ഉറങ്ങുക. അപ്പൊ മെയിൻ വെള്ളിയാഴ്ച ശനിയാഴ്ച പരിപാടി കിടന്നുറങ്ങുക എന്നുള്ളതാണ്. നമ്മളിൽ കൂടുതൽ ആരാണ് സംസാരിക്കുന്നത്? അത് ഇങ്ങനെ നമ്മൾ 2 പേരും ആവശ്യത്തിന് അധികം സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ വീട്ടിലും എല്ലാവരും, ഹസ്ബൻഡിന്റെ വീട്ടിലും എല്ലാവരും നല്ല സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കും പ്രശ്നമില്ല സംസാരം കൂടുന്നത് കൊണ്ട്. പിന്നെ ആർക്കാണ്, ക്വസ്റ്റ്യൻ കഴിഞ്ഞു തുടങ്ങി, ആർക്കാണ് ഷോപ്പിംഗ് ഇഷ്ടം? അത് എനിക്കാണ് ഷോപ്പിംഗ് ഇഷ്ടം. സെബിക്കും ഇഷ്ടക്കുറവില്ല. സെബിക്കും ഇഷ്ടക്കുറവില്ല. പക്ഷേ ഇപ്പൊ സെബിക്ക് ഷോപ്പിംഗ് അത്ര ഇഷ്ടമല്ല. കാരണം പണ്ട് ഈ ദുബായ് കല്യാണം കഴിഞ്ഞിട്ട് ഈ 5 കൊല്ലത്തിൽ സെബിക്ക് ഷോപ്പിംഗ് ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ഷോപ്പിംഗ് ചെയ്യുന്നത് സെബിക്ക് ബാധിക്കൂലായിരുന്നു. ബട്ട് ഇപ്പൊ ഈ കോവിഡ് വന്ന ശേഷം സെബിക്ക് ഭയങ്കര മടിയാണ് ഷോപ്പിംഗ് വരാൻ. സ്വന്തം പോക്കറ്റിന് പൈസ പോകുന്നുണ്ട്. സെബിക്ക് ഷോപ്പിംഗ് ഇഷ്ടമാണെങ്കിലും ഇപ്പൊ ബ്രദർ പറയും ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോ സെബിന്റെ മുഖം കണ്ടാൽ മതി ബില്ല് കാണുമ്പോ. സത്യം അല്ലേ? ബില്ല് ഇത്ര വലിപ്പുണ്ട്. ഇന്നലെ വാങ്ങിയ ബില്ലിന് വലിപ്പം എത്ര ഉണ്ട്? നമുക്ക് ആർക്കാണ് കൂടുതൽ ചിറ്റ കൂടുതൽ? അത് സെബിക്കാണ്. സെബിക്ക് ഭയങ്കര ചിറ്റാണ്. എനിക്ക് കുറച്ച് കുറവാണ്. സെബിക്ക് ചിറ്റ കുറച്ച് കൂടുതലാണ്. പറഞ്ഞ സെബിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിറ്റ ഇങ്ങനെ ആയി നടക്കും. എനിക്ക് പറഞ്ഞ വേറെ കുറെ പണികളുള്ളത് കൊണ്ട് എനിക്ക് എന്റെ വീട്ടിലും. പിന്നെ ഏറ്റവും കൂടുതൽ നാടുമായി അറ്റാച്ച്ഡ് ആരാണെന്നുള്ളതാണ്. അത് ഞാനാണ്. അത് നാടുമായിട്ട് സെബിൽക്കാണ് കൂടുതൽ എനിക്ക് നാട് സെബിന്റെക്കാൾ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾ ഞാനാണ്. വീട്ടിൽ നിൽക്കാൻ ഇവൾക്ക് താല്പര്യം. എനിക്ക് നാട്ടില് പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പൊ ഗൾഫിൽ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകണം. എൻ്റെ വീട്ടിൽ എനിക്ക് സെബിക്ക് കിട്ടുന്ന സെയിം ഒരു റെസ്പെക്റ്റ് എനിക്കൊക്കെ കിട്ടുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ സൗകര്യങ്ങളിലെ ഒരു കുറവ് കൊണ്ട് എനിക്ക് കുറച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ട് ചടക്കും. ഒരു 5-6 മാസം നിൽക്കുമ്പോൾ എനിക്കങ്ങനെ ഇല്ല. ഇത്രയും ക്വസ്റ്റ്യൻ ആണ്. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി എന്തായാലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി എന്തായാലും ഞങ്ങളെ എന്താ പറയാ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾക്ക് എവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഞങ്ങളെ കൂടുതൽ ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കണോ. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്നോണ്ട് ഞങ്ങളോട് വിജയിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ അതിന് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കമന്റും കൂടി ഇടുക, ഞങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയണം. കുക്കിംഗ് ഇല്ലാന്നല്ല, പേര് അതേനാവും, പേരൊന്നും മാറ്റില്ല. കുക്ക് വിത്ത് റുമാന എന്നുള്ളത് ഞാൻ മാറ്റില്ല. ചിലർക്ക് ഇപ്പൊ ചോദ്യം ഉണ്ടാവും, കുക്ക് വിത്ത് റുമാന ഇട്ടിട്ട് എന്താ കപ്പിൾ വ്ളോഗായിട്ടൊക്കെ വരുന്നത് ഇല്ലേ. അത് മാറ്റമൊന്നുമില്ല, കുക്കിംഗ് വ്ളോഗായിട്ടും വരുന്നതാണ്. ഇടയ്ക്കൊന്ന് മാറ്റി നോക്കിയതാണ്. ഇതും ഇൻക്ലൂഡ് ചെയ്യും. ഓൾറെഡി ചാനൽ തുടങ്ങിയ ടൈമിലും നമ്മൾ വ്ളോഗ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീട്ടിലത്തെ കാര്യങ്ങളും പിന്നെ പുറത്ത് പോണ കാര്യങ്ങളും കുട്ടികളുടെ. പിന്നെ കൊറോണ കുറച്ച് സ്ട്രോങ് ആയി, കുട്ടികളെ പിടിച്ചിട്ട് പുറത്തു പോകാൻ പറ്റാതായപ്പോഴാണ് ഞങ്ങൾ പിന്നെ കുക്കിങ്ങിലൊക്കെ തന്നെ മാറിയത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. കുറഞ്ഞ് അപ്പോൾ ഇനി കുട്ടികൾ അവിടെ ബ്രദറിൻ്റെ അടുത്ത് കളിക്കുകയാണ്, അങ്ങോട്ട് പോയി നോക്കുകയും വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.